വീടിന്റെ 4 ഭാഗത്തും കണ്ണുവേണം. ഏത് ഭാഗത്തു നിന്നാണ് അറ്റാക്ക് വരിക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കും പറയാൻ പറ്റില്ല. നമ്മുടെ ഈ നീക്കം അവൻ ടിവിയിൽ കൂടി കാണുന്നുണ്ടോ എന്നാണ് എന്റെ പേടി. എനിക്കുമുണ്ട് പേടി. മേനോൻ ഷർട്ട് ഇടാതാണ് നിൽക്കുന്നതെങ്കിൽ മുതുകിന് താഴെയുള്ള മുറിവ് നമുക്ക് കാണാൻ പറ്റും. എങ്കിൽ രക്ഷപ്പെട്ടു. ആ ക്യാമറ എടുത്തിരുന്നെങ്കിൽ മുതുകിന് താഴെയുള്ള മുറിവിന്റെ ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു. ഞാനത് മറന്നു. ഞാൻ മറന്നു. ഇത് തന്നെയാണോ മേനോന്റെ വീട്? സാരമില്ല, പൂച്ചയാണ്. നോ പ്രോബ്ലം. കമാൻ. കൈവെട്ട്, രണ്ടിനെയും വെട്ട്. വിജയ, അകത്താരുടെയോ കൈ വെട്ടുന്നു. അയ്യോ, മിണ്ടായിരിക്കാം. ഇനി കഴുത്ത് വെട്ടെ. എന്റെ അമ്മ, മേനു എന്റെ ശബ്ദമല്ല അത്? അതെ, ഇത്രയും ഭീകരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏതോ ശത്രുവിനെ വെട്ടി നോക്കുകയാണ്. കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. കൈ എന്റെ നെഞ്ചടക്കം വെട്ടെ. നെഞ്ചടക്കം വെട്ടാൻ അവൻ പറയുന്നത്. കഴുത്ത് വെട്ട്, കുറച്ചുകൂടെ ഇറക്കി വെട്ട്. Who's that? Who is that? Nobody. Who is that? Stop there. ആരെ രണ്ടുപേരും ഓടുന്നത് കണ്ടു. വല്ല കള്ളന്മാരുമായിരിക്കും. നിങ്ങളിക്ക് പോരെ, അവന്മാരുടെ കൈ വല്ല കത്തിയോ തോക്കോ ഒക്കെ കാണും. സമ്പന്നമായ രാഷ്ട്രമാണെന്നാ പറയുന്നത്. ഇന്ത്യയിലേക്കാളും കൂടുതൽ കള്ളന്മാർ ഇവിടെ. സ്വന്തം വീട്ടിനകത്ത് വെച്ച് മനുഷ്യരെ കൊന്നൊടുക്കുന്നവൻ ഭയങ്കരൻ തന്നെ വിജയ, ഭയങ്കരൻ തന്നെ. അവൻ നമ്മളെ ചേസ് ചെയ്യൂ. എനിക്കതല്ല അത്ഭുതം. അവനെ കണ്ടുപിടിക്കാമെന്ന സിഐഡികളാണ് നമ്മളെന്ന് അറിഞ്ഞിട്ടും നമ്മളെ അവൻ തട്ടായിരുന്നത്. നീഗ്രോളെ വിട്ട് തട്ടാൻ നോക്കിയില്ല. അതൊരു തവണ. പിന്നീട് അവനൊന്നും ചെയ്തില്ലല്ലോ. നീ വിചാരിച്ചാൽ അയാളെ പിടിക്കാൻ പറ്റില്ലെന്ന് അയാൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും. പിന്നെന്തിനും തട്ടണം? ഓ, നീ വലിയ കഴിവുള്ള സിഐഡി ആണല്ലോ. എന്നിട്ട് നിന്നെ തട്ടിയില്ലല്ലോ. എടാ, കഴിവിന്റെ കാര്യമൊക്കെ ഞാൻ അവനെ പിടിക്കുമ്പോ നിനക്ക് മനസ്സിലാവും. പിടിക്കും. എവിടെയാ പിടിക്കുന്നതെന്ന് നേരത്തെ പറയണം. എടാ, നിന്റെ കഴുത്തും കൈയും കാലും വെട്ടി ഏതെങ്കിലും ഓടയിൽ നിന്നെ അയാൾ കുഴിച്ചു മൂടും. വിജയ, അറം പറ്റുന്ന വർത്താനം പറയരുതേ. പറയിപ്പിക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ. ഈ കേസിൽ നമ്മൾ ഒതുങ്ങുകയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് കീഴടങ്ങാം. നമ്മൾ കിരീട് അന്വേഷിക്കുന്ന പരിപാടി മതിയാക്കി എന്ന് അയാളോട് ചെന്ന് പറയാം. എന്നാലേ ജീവനോടെ ഇന്ത്യയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അന്വേഷണം മതിയാക്കിയെന്ന് അയാളോട് പറയുന്നത് നല്ലതാണ്. കറക്റ്റ്. പക്ഷെ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കലമിട്ട് ഉടയ്ക്കണോ? ഭീകരൻ മുമ്പിൽ തന്നെ നിൽക്കുകയല്ലേ. ഇനി കയ്യാമം വെച്ച് വാലി കയറ്റിയാ പോരെ? തെളിവോടെ പിടിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് അമേരിക്കൻ പോലീസിന് വിവരം അറിയിക്കണം. അവനവിടെ കൊന്നോണ്ടിരിക്കാണല്ലോ മനുഷ്യനെ. ആളെ കൊല്ലുന്നതല്ല നമ്മുടെ തെളിവ്. അയാൾ എത്ര പേര് വേണമെങ്കിലും കൊന്നോട്ടെ. നമുക്ക് പ്രധാനം അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടോ, നമ്മുടെ കയ്യിലുള്ള കീറ തുണിയുടെ ബാക്കി ഭാഗം എവിടുണ്ട്. എടാ, മാത്രവുമല്ല അമേരിക്കൻ പോലീസ് അയാളെ പിടിച്ചാൽ കംപ്ലീറ്റ് ക്രെഡിറ്റ് അവർക്ക് പോവില്ലേ? മനസ്സിലായോ? അത് കറക്റ്റാ. അതുകൊണ്ട് നാളെ രാവിലെ നമ്മൾ എംബസി ചെല്ലുന്നു. ജീവൻ പോയാലും നമ്മൾ ഇനി കിരീടം അന്വേഷിക്കില്ലെന്ന് അയാളെ ബോധ്യപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ നമ്മളുടേതായ ബുദ്ധിപരമായ അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഓക്കേ ഓക്കേ ഓക്കേ. ഇന്ത്യ ഗവൺമെന്റിനെ തൊലയ്ക്കാത്തന്നെ താരക്ക് ഇറങ്ങിയിരിക്കുന്നത്. സാർ എന്തൊക്കെ പറഞ്ഞാലും കിരീടത്തിന്റെ കേസ് ഞങ്ങൾ അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ല, അല്ലേ? അപ്പോ പിന്നെ ഇത്രയും പണമൊക്കെ മുടക്കിയതോ? സുഹിക്കാൻ
സാർ, കിരീടം മോഷ്ടിക്കുക, കള്ളക്കടത്ത് നടത്തുക, കൊലപാതകം ചെയ്യുക എന്നൊക്കെ പറയുന്ന വലിയ തെറ്റൊന്നുമല്ല അല്ലേ? വ്യവസ്ഥിതിയുടെ തകരാറ് മൂലം മനുഷ്യൻ ചെയ്തു പോകുന്നതാണ്. അത്തരം ആളുകളെ ശരിക്കു പറഞ്ഞാൽ എനിക്ക് വളരെ ബഹുമാനമാണ്. നിനക്കോ? എനിക്ക് വലിയ ബഹുമാനമാണ്. ഈ തോന്നിവാസത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഞാൻ ഇപ്പോൾ തന്നെ സെൻട്രൽ മിനിസ്റ്ററെ ഇൻഫോം ചെയ്യും. ചെയ്തു. ആരെവിടെയും ഇൻഫോം ചെയ്തു. നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഡിസ്മിസൽ ഓർഡർ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. വളരെ സന്തോഷം സാർ. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ല. ഓക്കെ, ഞങ്ങൾ സൂഹിക്കാൻ പോവാണ്, ആസ്വദിക്കാൻ പോവാണ്. Get an immediate call to Delhi. It's very urgent. പിന്നെ സമയമായി. ശനിയാഴ്ചല്ലേ, പോയി സുഖിക്ക്. അതിന് മാത്രമുള്ള ഡോളർ എവിടുന്ന്? പേയ്മെന്റ് കൂട്ടി തരികയാണല്ലേ. എനിക്ക് വട്ടല്ലേ, മണിക്കൂറിന് ഒരു ഡോളർ കൊടുത്താൽ എനിക്കിവിടെ വർക്കേഴ്സിന് കിട്ടും. മലയാളികളാണല്ലോ എന്ന് കരുതിയപ്പോ നിന്റെയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പൊ ഒത്തിരി കാശായി കാണുമല്ലോ. ഒക്കെ എനിക്കറിയാം. സ്വന്തം റെസ്റ്റോറന്റ് തുടങ്ങാൻ സ്ഥലം നോക്കുന്ന കാര്യവും എനിക്കറിയാം. സ്ഥലം കിട്ടിയില്ലെങ്കിൽ എന്റെ തലേ കയറി പണിതോടാ. ശരിയല്ലേ, പോവാം. നമുക്ക് ബാങ്ക് അക്കൗണ്ടുള്ള കാര്യം ഇയാൾ അങ്ങനെ അറിഞ്ഞു? നിന്റെ അല്ലേ നാക്ക്, നീ എന്നെ വിളിച്ചു പറഞ്ഞാണ്. ഓ, പിന്നെ അയാൾ എന്റെ അളിയനല്ലേ? എന്തുവാ I know who you are. You're the CID's Vijay Ramdas from India, are you not? No, I am Gopi from Shastramakalam. Surendran from Bhattapanam. Bloody CID idiots, come on. No, idiot. I pay. Gopi, we are innocent people. What is the matter? Surendran, va! Odikko! After them. Gopi, Surendran! You idiot! Man, I didn't know the door was not locked. Damn. Shit. പൊക്കോണം എന്റെ മുമ്പിൽ നിന്ന്, ഏരണം കെട്ട വർഗങ്ങള്. മനുഷ്യനോട് തൊപ്പി തെറിച്ചു കഴിയുമ്പോ അവിടെ ഒരു ചെസ് കളി. എന്ത് പറ്റി നിങ്ങൾക്ക്? എല്ലാം പോയി. സർക്കാരിന്റെ 5 ലക്ഷം രൂപ തൊലച്ചതിനുള്ള ശിക്ഷ കിട്ടി, സസ്പെൻഷൻ. എൻക്വയറി എന്നുള്ള പ്രഹസനം കഴിഞ്ഞാൽ പിന്നെ ഡിസ്മിസൽ. അയ്യോ, കിരീടം അന്വേഷിക്കാൻ പോയ തെണ്ടികളോട് തൂർത്തടിച്ച് നടക്കുക അത്രേ. മ്യൂസിയത്തിൽ നിന്ന് കിരീടം നഷ്ടപ്പെട്ടതിന്റെയും ഇപ്പൊ ഈ 5 ലക്ഷത്തിന്റെയും സകല ഉത്തരവാദിത്വം എന്റെ തലയെ കെട്ടിവെച്ചിരിക്കുക. പക്ഷെ അവന്മാരെ ഞാൻ വിടില്ല. എന്റെ ജീവിതം തൊലച്ച അവന്മാരെ ഞാൻ കൊന്നു കുഴിച്ചു മൂടും. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. എടീ, ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുക. കിരീടം അന്വേഷിക്കുന്നതിനിടയിൽ CIDകൾ ചത്തുപോയി എന്ന് വരുത്തണം. എന്റെ ജോലി തിരിച്ചു കിട്ടാൻ അതേ വഴിയുള്ളൂ. എന്തൊക്കെയാ പറയുന്നത്? അന്യത്തിന് നിങ്ങൾക്ക് പ്രഷറാ. അതേടി, ഈ പ്രശ്നം മാറണമെങ്കിൽ ഞാൻ അമേരിക്കയിൽ പോണം. ആരോരും അറിയാതെ അവന്മാരെ കൊന്നേച്ച് ഞാൻ തിരിച്ചു വരണം. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഒരക്ഷരം നീ മിണ്ടരുത്. നീ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആരേലും അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ ബോംബെക്കോ മറ്റോ അല്ല കിഡ്നി ഓപ്പറേഷന് പോയാന്ന് പറഞ്ഞേക്ക്. ഇതൊക്കെ കാര്യമായിട്ട് പറയാണോ? വേറൊരു വഴിയുമില്ല. അവറ്റകളെ കൊല്ലണം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ എവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ അല്ലാതെ മറ്റാരും അറിയരുത്. അയാളെ കാണുന്നില്ലല്ലോ. അയാൾ അകത്തുണ്ടെന്നേ, ഇപ്പൊ വരും. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ അയാളെ കുപ്പായം പൊക്കി നോക്കുന്നു. മുറിവുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നിന്റെ കയ്യിൽ ലൈറ്റ് ഉണ്ടായി കൊടുക്കാൻ. നോ താങ്ക്സ്. നമ്മൾ അയാളെ പിന്തുടരുന്നു, കുപ്പായം പൊക്കി നോക്കുന്നു, മുറിവുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ താങ്ക്സ്, അപ്പൊ അയാൾ അറസ്റ്റ് ചെയ്യുന്നു. അയാളെ തോക്കുണ്ടെങ്കിലോ? അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമ്മൾ അയാളെ എങ്ങനെ പിടിക്കും? നീയാണ് കുപ്പായം പൊക്കി നോക്കുന്നെങ്കിൽ ഞാൻ മുറിവ് നോക്കും. ഞാനാണ് കുപ്പായം പൊക്കുന്നെങ്കിൽ നീ മുറിവ് നോക്കണം. ഓക്കെ, അയാൾ വരുന്നുണ്ട്. കമാൺ, ഗെറ്റ് റെഡി. മുഹമ്മദ് ഇട്ടോളൂ. കമാൺ, കമാൺ.
Come on. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഒരാളും തിരിച്ചറിയില്ല, അസലായിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ട്? നീ സാധാരണ കാണുന്ന പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണോ വീട്? അതെ. എവിടെയാ കീറിയ തുണി? എവിടെ? ആ, നമ്മളിപ്പോ നീഗ്രോകളാണ്, അലക്കുകാരാണ്. വീടുകളിൽ നിന്ന് അലക്കാനുള്ള തുണി കളക്ട് ചെയ്യാൻ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. നീ അബദ്ധമൊന്നും കാണിക്കരുത്. എന്താ ബന്ധം? ഞാൻ മേനോന്റെ ഭാര്യയുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇടക്കേറി ഒന്നും പറയരുത്. ഈ തുണിയുടെ ബാക്കി തുണി എവിടെ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നാന്തരം തെളിവായി. കമാൻ. What do you want? We want clothes. What? We want your clothes. What do you mean? We Negroes, cloth washing, laundry, Negroes. Shut up. I talking English. Shut your bloody mouth, I say. No washing, no clothes. Please, madam, you should help us. Give us any clothes. We will give you concession and you will get your clothes cleanly washed. We have already given to the laundry. No clothes here. Please, madam, go and check it. Let it be a torn cloth, black one, a black torn shirt inside. What the hell are you talking? He talking to English. I have seen you somewhere. Eh? No, madam. We are Negroes, see? We are original Negroes. Black Negroes. Please, madam, give us clothes. Don't you understand? We have already given the clothes to the laundry. മനസ്സിലായടാ? Okay, madam, could you please tell me where the laundry shop is so that we can go and collect the clothes from there? Yes. Why? Madam, somehow we want to wash your clothes. We'll do it freely because we like Indians. All Indians are our brothers and sisters. Okay, where is the shop? Okay. Go straight, turn right, the first one. Oh, thank you very much, madam. Come on. അപ്പൊ തുണി? അയ്യോ മലയാളിയാണോ? ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാ. നീ മേലാൽ ഒരൊറ്റ അക്ഷരം മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല. നീ നീഗ്രോയാണ്. മേനോന്റെ ഷർട്ട് അതിന്റെ അകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കുക, രക്ഷപ്പെടുക. മനസ്സിലായ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? രക്ഷപ്പെടുക. കുറച്ചുകൂടെ സ്റ്റൈലിൽ നടക്ക്. മര്യാദക്ക്. മലയാളം പറയരുത്. May I help you? May I help you? What? Yes, this gentleman will help you. Give this man an opportunity to prove his workmanship. I don't understand. Does he need a job? Yeah, that's right. No vacancy here. Oh, no. Please, sir. And you don't have to pay him a penny. It is free service. The laundry where he was working is closed and this gentleman was sitting idle for the past 1 week and is so sad and fed up. And you don't have to pay him any money. And you know something, sir? If you have got any torn clothes, just give it to him. He has got a marvelous way of making the clothes all right. I guess. Is it? Yeah. That's fine. Yeah, that's very fine. Give him all torn clothes and no wages. That's excellent. Thank Proceed. Okay. ചെന്ന് കംപ്ലീറ്റ് കീറിയ തുണികളും പരിശോധിക്കണം. അപ്പൊ നീ ഇവിടെ കാണില്ലേ? ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള മേനോന്റെ പേര് പറയല്ലേ? സോറി, ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള എല്ലാ ആശുപത്രികളിലും പോയി ഒരു പരിശോധന നടത്താം. മേനോന്റെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടല്ലോ, അതിന്റെ ചികിത്സക്കായി അയാൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്ന് കാണുമല്ലോ. അതിന്റെ രേഖകൾ കണ്ടെത്തിയാൽ നമുക്കത് ഭയങ്കര തെളിവാണ്.
അപ്പൊ ഒരു കാര്യം കൂടി ചെയ്യ്. കംപ്ലീറ്റ് മെഡിക്കൽ ഷോപ്പുകൾ ഒന്ന് ചെക്ക് ചെയ്യ്. എന്തിന്? അയാൾ മരുന്ന് വാങ്ങിച്ച തെളിവും വളരെ നല്ലതാണ്. ഓ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. Yes. ഓക്കേ, വിഷ് ഓൾ സക്സസ്. ഓക്കേ, താങ്ക് യു സർ. What the hell's going on here, idiot? What did you do with the machine? You stupid idiot! I'll kill you!